വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. ഗെറ്റ് റെഡി വിത്ത് മീ പറയുമ്പോൾ ഒരു കുർത്തി ലുക്കാണ് കേട്ടോ. സിമ്പിൾ കുർത്തി ലുക്കിൽ സിമ്പിൾ മേക്കപ്പ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾസോ എൻ്റെ നാട്ടിൽ തെയ്യമുണ്ട്. അപ്പോൾ തെയ്യത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. അപ്പോൾ നമുക്കറിയാം തെയ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എങ്കിലും കാണാനൊരു നമുക്ക് എന്താ നല്ലൊരു ക്യൂട്ട്നെസ്, ഫേസിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണണം, ബട്ട് എന്നാലും സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുർത്തി ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട്. സോ അതുകൂടി ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഷൻ, ഒരു കസിന് ഈ ഒരു കുർത്തി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ആമസോൺ, മീഷോ, മിന്ത്ര എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനും ആമസോണിൽ വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നൈസാണ് കേട്ടോ. മെറ്റീരിയൽ ആയാലും നല്ല നൈസാണ്. ഇതാ ഒരു കോട്ടൺ ആണോ ചോദിച്ചാൽ കോട്ടൺ റയോൺ മെറ്റീരിയലാണ് വരുന്നത്. നൈസ്. ഇതാ ഒരു റെഡ് ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന, ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു. പിങ്ക്, ഗ്രീൻ, ബ്ലൂ, ഒരുപാടുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ടൊരു കുർത്തി ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരുങ്ങി വരാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ആദ്യം എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൈമറും സെറും എല്ലാം ഉള്ള നമ്മുടെ 3-in-1 സെറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട, നമുക്കറിയാം എൻവൈബയുടെ 3-in-1 സെറം. പക്ഷേ ഞാനിത് കഴിഞ്ഞിട്ട് ബോട്ടിൽ ഒരെണ്ണം വാങ്ങി. ഇത് നമുക്കറിയാം പ്രൈമറും ഫൗണ്ടേഷൻ സെറം. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ ഈ എൻവൈബയുടെ സെറത്തിനെ പറ്റി കൂടുതൽ പറയണ്ട, കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഏക ഒരു പ്രൊഡക്റ്റ്, എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പറയുന്നത് ഈ 3-in-1 സെറാണ്. സോ ഇത് ഞാൻ കഴിഞ്ഞിട്ട് ബോട്ടിൽ പുതിയൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരൊരു ഷെയ്ഡ് വാഷ് അങ്ങനെന്തോ പറഞ്ഞാൽ ഞാനതിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് കൊടുക്കാം. സോ നമുക്ക് സെറം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അപ്ലൈ ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് ലുക്ക് ജസ്റ്റ് ബ്രൈറ്റ് ആവുകയും ചെയ്യും. എന്താ പറയുക, ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. ഇതന്നെ ജസ്റ്റ് മൊത്തം കൊടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് കൊടുത്താൽ മതി. സ്പോഞ്ച് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം കൈ കൊണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെയാണ് കേട്ടോ സ്പോഞ്ച് അധികം യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ സെറായാലും സെറ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലൂടെ മിസ് ചെയ്യരുത്. കാരണം ഷെയ്ഡ് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഫീൽ ചെയ്യും. നമ്മൾ ഒരു പുട്ടിയൊക്കെ അടിച്ചൊരു ഫീലായിരിക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 2 കളറും ഷെയ്ഡ് നമ്മൾ ഒരുപോലെ ചെയ്യാം. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ ഫേസിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടില്ലേ? വേറെ ഒന്നും വേണ്ട, ഇതൊന്നും മതി കേട്ടോ. ജസ്റ്റ് ഇത് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ലുക്കാണ്. സോ നമ്മൾ അധികം ഒന്നും കുട്ടിയടിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു സെറാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻവൈബയുടെ തന്നെ പ്രോസ്റ്റോപ്പ് ക്രീം ഉണ്ട്. അത് ജസ്റ്റ് ഞാനൊരു ഹൈലൈറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കണം എന്ന് പറയുന്നത് ഇത് ഓപ്ഷനിലാണ്. കുറച്ച് നല്ല ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കണ്ട ഹൈലൈറ്റ് കൊടുത്ത് നമുക്ക് ഇടും. അത് നല്ല രസമാണ്. നമ്മുടെ ചീക്സിനും ചിരിക്കുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോഴൊക്കെ അവിടെ ഒരു നല്ല ഉണ്ടാവും കാണാൻ. ആ ഒരു ചീക്സ് രണ്ടും കാണാൻ കണ്ടോ. ഇത് ജസ്റ്റ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഐഷാഡോ ആണ്. ഐഷാഡോ യൂസ് ചെയ്യണമെന്നില്ല, നമ്മളത്തെ ഏതിനും പോകുമ്പോൾ ഒരുപാട് വേണ്ട. പക്ഷെ നമ്മൾ ഐസ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെറിയൊരു ഈ ഒരു യെല്ലോ ടൈപ്പ് ഷെയ്ഡ് ജസ്റ്റ് കൊടുക്കാം. എക്സസ് എമൗണ്ട് തട്ടിക്കളയാം. ലൈറ്റ് ജസ്റ്റ് ലൈറ്റ് എത്രയും ലൈറ്റ് കൊടുക്കുക അത്രയും ലൈറ്റ് കൊടുക്കുക കേട്ടോ. എങ്കിൽ കണ്ണിന് കുറച്ച് നമുക്കൊരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐ ഷാഡോ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലൈറ്റായിട്ട് 2 കണ്ണിലും ഞാൻ കൊടുത്തിട്ടുണ്ട്.
മതി, സിമ്പിളായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോ പെൻസിലാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. കുറേണ ഓൺലൈൻ വാങ്ങിയതാണ്, അതിൻ്റെ കൊടുക്കാം. ഞാൻ നേരത്തെ ഐഷാഡോ പാലറ്റൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ മൊത്തം പറഞ്ഞ സെയിം ഐഷാഡോ പാലറ്റാണ്, ചേഞ്ച് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഐബ്രോ പെൻസിലാണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് തന്നെ ഐബ്രോ പെൻസിൽ ചൂസ് ചെയ്യാൻ നോക്കാം മാക്സിമം. നല്ല ഡാർക്ക് ഐബ്രോസ് ആണെങ്കിൽ ബ്ലാക്ക് എടുക്കാം, എല്ലാത്ത ലൈറ്റ് ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. ഐബ്രോസ് നമ്മളിങ്ങനെ വരച്ചതെന്നായിട്ട് തോന്നും. സോ നമുക്ക് നോക്കാം. കണ്ടോ, രണ്ട് തമ്മിലുള്ള ചേഞ്ച് ഉണ്ടോ? ജസ്റ്റ് നമുക്ക് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് മാത്രം. ഐബ്രോസ് എത്ര ലൈറ്റായിട്ട് വരക്കുന്നോ അത്രയും നാച്ചുറലായിട്ട് കിട്ടും കേട്ടോ ഫേസിന്. എങ്കിലും കുറച്ച് ഐബ്രോസ് നമ്മളങ്ങ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ബ്രഷ് ചെയ്തെടുക്കാം ഒന്ന്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഐലൈനറാണ്. ഐലൈനർ എനിക്ക് കൊളാബ് കിട്ടിയതാണ്, ക്യൂൻ കളർ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാം. സോ നല്ല അടിപൊളി ഐലൈനറാണ്, പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല ഒരു എന്താ പറയുക പാക്കേജിങ്ങും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ ഐലൈനറിൻ്റെ ഒരു ഫാൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഞാൻ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐസാണ് കേട്ടോ. സോ നോക്കാം. ജസ്റ്റ് ലൈറ്റായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ താഴെ വരയ്ക്കുന്നില്ല, താഴെ ഞാൻ കാജലാണ് കേട്ടോ. പിന്നെ ഈ ഐലൈനറിന് എനിക്കൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാലില്ലേ, ഭയങ്കര ഒരു മാറ്റ് ഫിൽ, എന്താ പറയുക, ഐസ് നല്ല ബ്രൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് ഞാനൊരു കണ്ണിന് കണ്ടോ, നല്ലൊരു എന്തോ ഒരു ലുക്കാണ്, ഭയങ്കര ഒരു ഫിനിഷിങ് തരുന്നുള്ളതാണ് കേട്ടോ. താങ്ക് യു ക്യൂൻ കളർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ, ഇതിൽ ഭയങ്കരമാണ്, നല്ല എനിക്കിഷ്ടമായി. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാജലും ക്യൂൻ കളറിൻ്റെയാണ്. കാജലും ഐലൈനറും സൂപ്പറാണ്. ലിപ്സ്റ്റിക്കും അങ്ങനെ തന്നെയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഐലൈനർ കൊണ്ട് തന്നെയാണ് ഒരു പൊട്ട് വെക്കുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ഐലൈനർ ആയതുകൊണ്ട് തന്നെ പൊട്ട് മായത്തില്ല. സോ ജസ്റ്റ് ഒരു കുഞ്ഞു പൊട്ട്. ഓക്കെ, ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ക്യൂൻ കളറിൻ്റെ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് മൾബറി ആണ് തോന്നുന്നു. ഇതൊരു മൾബറി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സെയിം ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുള്ള ഒരു ഇത് ഞാൻ എനിക്ക് പേര് പോയി, ഞാൻ ഓൺലൈൻ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ റേറ്റിൻ്റെ ഒരു അത്യാവശ്യം നല്ല ഇതേ ഒരു ഷെയ്ഡാണ്. സോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഓക്കെ. സോ ഇതോടെ ഇട്ടിടുമ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടും. കാരണം അത് മറ്റേത് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടു കൊടുത്തത്. ഒരുപാട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്
അയ്യോ ടു മച്ചസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂല് ഓക്കെ കമ്മൽ ചേഞ്ച് ചെയ്യണം, ഹെയർ സെറ്റ് ചെയ്യണം. ഓക്കെ നമുക്ക് കമ്മലൂടെ എന്നാണ് കമ്മൽ കേട്ടോ. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു പോണിറ്റൈലാണ്, ടൈമില്ല, നമ്മൾ നല്ലോണം ലേറ്റായി. ജസ്റ്റ് ഒരു പെട്ടെന്നുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. സോ സഹകരിക്കുക. ഓക്കെ ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫിനിഷായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിതാ ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതുവരെ കേട്ടാ.